ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗ്രാനി സ്യൂവർ എസ്കേപ്പ് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവും. നമ്മ പെടാപ്പാട് വരുന്നു ഗൈസ്. ഇതിന് വേണ്ടിയിട്ട് ഗ്രാനി വരുന്നുണ്ട്. ഈ ഗ്ലിച്ച് നടക്കുന്നില്ല ഗൈസ്. കുറേ നേരം ട്രൈ ചെയ്യുന്നു. ഗ്രാനി അത് തട്ടിയിട്ടിട്ട് നേരെ അടുത്തേക്ക് പോക്ക്. ഇതിപ്പോൾ തട്ടിയിടും ഗൈസ്. ജസ്റ്റ് മിസ് ഗൈസ്. ഗൈസ് ഇത് കണ്ട ഗ്ലിച്ച് വർക്ക് ഗൈസ്. ആ ഗ്രാനിനെ തട്ടിയിട്ടാ അടുത്തേക്ക് പോകുന്നു ഗൈസ്. നല്ല ആളന്നെ ഈ ഗ്രാനി. ബുദ്ധിയില്ല വിവരവും ഇല്ല, അങ്ങനത്തെ ഒരു സാധനം. ഈ വീഡിയോ ഇതുവരെയായിട്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചോ ഗൈസ്. നമ്മൾ ഇന്ന് സ്യൂവർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. എപ്പിക് എസ്കേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. സ്യൂവർ എസ്കേപ്പ് എപ്പിക് എസ്കേപ്പാണ് ഗൈസ്. നമുക്ക് ഇത് എടുത്തിട്ട് താഴേക്കിടുക ഗൈസ്. നമുക്ക് ഇപ്പം ഗ്രാനി അങ്ങോട്ടേക്ക് പോകും ഗൈസ്. ഇപ്പം ഗ്രാനി നമ്മളെ ഗ്രാനി കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഗ്രാനി കണ്ടുപിടിക്കരുത്. ഞാനിവിടെ ഒളിച്ചിക്കുന്നുണ്ടാ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഈ പ്ലാങ്ക് എടുക്കണമെങ്കിൽ അയ്യോ ഗ്രാനി കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഗ്രാനി അവിടെയൊക്കെ ട്രാപ്പ് ഇടുന്നുണ്ട് ഗൈസ്. എൻ്റെ ഉണ്ടയില്ലേ, ഗ്രാനി വരുന്നുണ്ട്. അല്ല ഗൈസ്, എൻ്റെ ഷോർട്ട് ഗൺ അവിടെ പോയിനി. അയ്യോ, ഇതിപ്പോൾ ഇടൂന്നാ തോന്നുന്നേ. നമ്മൾ ഷോർട്ട് ഗൺ അടിയിലായില്ല ഗൈസ്. പെടും ഇതെന്തായാലും പെടും ഗൈസ്. ഗ്രാനി ഇപ്പം തന്നെ നമ്മളെ പിടിക്കും ഗൈസ്. അതിലൊരു ഡൗട്ട് നമുക്കില്ല. ഗൈസ്, നമുക്ക് അത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. കോകുവിൽ നല്ല ഒരു സാധനം തന്നെ നമുക്ക് കിട്ടി ഗൈസ്. സേഫ് ഓർന്നിട്ടൊരു അടാറ് സാധനം കിട്ടിയാൽ മതിയായിരുന്നു. അയ്യോ പണിപാടി. പണിപാടി ഓർത്താ. ഓക്കെ ഗൈസ്, നമുക്ക് അയ്യോ പണിപ്പാളിയാനേ. അയ്യോ ഗ്രാനി ഇത് തുറന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാമോ? എന്തോ ഭാഗ്യത്തില് ഗ്രാനി വന്നിട്ടില്ല. നമ്മ മിക്കവാറും ഇത് പെടുന്ന തോന്നുന്നത്. അത് തുറന്നിട്ട് വേഗം പോയി ആ കയറിയിട്ട് ഇത് പൊട്ടത്തിത്. അത് തുറക്കാൻ നോക്കുന്നു. ഒളിച്ചിക്കുന്നല്ല ഗൈസ്. ഇല്ലെങ്കിൽ ആ ഗ്രാനി പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ ഇടും ഗൈസ്. ഭാഗ്യം. ഗൈസ്, ഗ്രാനി താഴെ എത്തിയെന്നാ തോന്നുന്നു. ഇത് ഊരിയാടനെ അടിച്ചിട്ടിട്ട് ഇത് സീനാകുന്ന തോന്നുന്നു ഗൈസ്. കാരണം നല്ല എൻ്റെ ഷോർട്ട് ഗണ്ണ് പോകുന്നതാണ് സീനായത്. അത് വേറെ ആരെങ്കിലും പറയുന്നുണ്ട്. ഐ ആം ഹിയർ ഗ്രാനി, ഐ ആം ഹിയർ. ഇപ്പം തന്നെ പണി പാളിയാനായി. ഓക്കെ
ഒന്നും നോക്കണ്ട, നേരെ ഓടി നമ്മളെ ഷോട്ട് ഗൺ എടുത്തിട്ട് ഗ്രാനീൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കല്. കുറേ നേരമായി ഗ്രാനി നമ്മളിങ്ങനെ വട്ടം കറക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ആ ഗ്രാനീൻ്റെ കഥ കഴിയും. ഓക്കെ നമ്മങ്ങനെ ഗ്രാനീൻ്റെ കഥ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അയ്യോ കണ്ടില്ല കണ്ടില്ല ഇതെടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ഗൈസ്. നേരത്തെ സ്യൂവറിൽ പോയതാണ് ഗൈസ്. ഈ വീടൊരെണ്ണമുണ്ട്, ഞാൻ പോയി അവിടെ ഡീസ്പോൺ ആയിട്ടുണ്ടാകും ഗൈസ്. കേസ് നമ്മൾ നേരെ അങ്ങനെ ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇതെടുക്കാൻ പോകുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, സേഫ് കിട്ടിയിട്ടുണ്ട്. സേഫ് കീയാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. നമുക്ക് നേരെ ഇനി സേഫ് തുറക്കാം ഗൈസ്. കേസ് നമുക്കങ്ങനെ സേഫ് തുറക്കാൻ വേണ്ടിയിട്ട് നേരെ അടിയിലേക്ക് പോകണം ഗൈസ്. അടിയിൽ വല്ല ട്രാപ്പും വെച്ചിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ സേഫ് കീ തുറക്കാൻ പോകുകയാണ് ഗൈസ്. നമുക്കങ്ങനെ സേഫ് വന്നിട്ട് കാക്കനെ ഇട്ടണം. കാക്ക കിട്ടിയില്ലേ? ഇതേ കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്കിനി ഇത് തുറക്കാം ഗൈസ്. മാസ്താക്കി കൊണ്ടുപോയി പുങ്ങി പൊങ്ങും വേണ്ട മാസ്താക്കി. ഓക്കെ ഗൈസ്, നമുക്ക് ഇതുവരെയായിട്ട് കാക്കേൻ്റെ അത് കിട്ടിയിട്ടില്ല ഗൈസ്. അത് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് അതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി വേറെ എവിടെയെങ്കിലും പൊട്ടിക്കാനുണ്ടോ ഗൈസ്? ഒന്ന് ഓർക്കട്ടെ ഗൈസ്. ഞാൻ വേഗം ആ വീൽ ക്രാങ്ക് എടുത്തിട്ട് നമുക്ക് നേരെ അടിയിലേക്ക് പോകാം ഗൈസ്. വീൽ ക്രാങ്ക് എടുത്തിട്ട് അടിയിലേക്ക് പോകാം ഗൈസ്. വീൽ ക്രാങ്ക് കൊണ്ടൊരു പണിയുണ്ട് നമുക്ക്. ആ വീൽ ക്രാങ്ക് കൊണ്ടുള്ള പണി നമുക്കൊന്ന് അങ്ങോട്ട് പൂർത്തിയാക്കാം ഗൈസ്. സപ്പോർട്ട് ഇനി ഗൈസ് നമുക്ക് ആവണപ്പോൾ ഡബിൾ പാർട്ടായിരുന്നു ഗൈസ് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നേരെ ഓടാം അങ്ങോട്ടേക്ക്. ഇവിടെ ഒന്നുമില്ലല്ലോ, ഇല്ല കേസ്. നമുക്കിത് വേഗം ആക്കാം. ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് എടുക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഇവിടെ ക്രാങ്കായി. പോകാൻ പറ്റുമോ? അയ്യോ ഈ സാധനത്തിന് വേറെ ഒരു പണിയില്ലേ? എൻ്റെ ബാക്കിലായിരുന്നു. ഇതിൻ്റെ അകത്ത് നിനക്ക് കയറാറ്റില്ല എന്ന് എനിക്കറിയാം. എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അയ്യോ സ്ക്വാഡ് ഒരിക്കലും ഗ്രാനി എണീച്ചെന്നാ തോന്നുന്നത് ഗൈസ്. കാരണം അവിടെ ട്രാപ്പ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട്. കാണുന്നില്ല, കേൾക്കുന്നുണ്ട്. കേസ് നമുക്ക് ഒന്നും നോക്കാണ്ട് വേഗം പോകാം ഗൈസ്. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ മെല്ലം കിട്ടിയിട്ടുണ്ട്. ഈ മെല്ലം എടുക്കാൻ ഇടാം. നമുക്ക് വയ്യ എടുക്കാം ഗൈസ്. അങ്ങോട്ടേക്ക് പോകണം ഗൈസ്. ഇവിടെ ഒരു പണിയുണ്ട്. ഇതിൻ്റെ മേലെ ഒരു സാധനമുണ്ട്. ഇത് തുറന്നു നോക്കാം. ഇതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ആവശ്യമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ആവശ്യമൊക്കെ കിട്ടും. ഇതിൽ ആവശ്യമൊക്കെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഗൈസ്. നമുക്ക് ആവശ്യം ഇതിൻ്റെ നമ്മ ഇത് നേരത്തെ വന്ന വയ്യല്ലേ? അയ്യോ ഇവൾക്കിത് വേറെ ഒരു പണിയുമില്ല. എൻ്റെ ബാക്കിൽ തന്നെ വരണം. കൂടിപ്പോയി പോകുന്നുണ്ട്.
ഗൈസ് നമുക്ക് മെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നത് ഗൈസ് ഈ മെലൻ്റെ അകത്ത് വല്ല തുറക്കാനുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് ഈ മെലൻ്റെ അകത്ത് എനിക്കൊരു സാധനം മാത്രം മതി ഗൈസ്. ഈ നമുക്കല്ലേ ഇനി സ്യൂവറിൻ്റെ അകത്തേക്ക് ഒന്നും കൂടിയും പോകണം ഗൈസ്. കാരണം അവിടെ ഒന്ന് തുറക്കാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഗ്രാനി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. നമുക്കിനി ഒരു കാര്യം കൂടി സ്യൂവറിൻ്റെ അകത്ത് സെറ്റാക്കാനുണ്ട് ഗൈസ്. സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഒന്നും കൂടി ആവശ്യമുണ്ട് ഗൈസ്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം അന്യായ ആവശ്യമാണ് ഗൈസ്. അമ്മാതിരി ആവശ്യമുണ്ട് ഗൈസ് സ്ക്രൂ ഡ്രൈവർ. അവിടെ നിന്നെങ്കിലും ചെയിൻ കട്ടർ കിട്ടിയതായിരുന്നു. ചെയിൻ കട്ടർ മാത്രം മതി ഗൈസ്. ചെയിൻ കട്ടറിൻ്റെ ഒരു കാര്യം മാത്രം മതി. ഇതിൻ്റെ അകത്തൊന്നുമില്ലേ ഇത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇത് കിട്ടലുണ്ട് ഗൈസ്. മെയിനായിട്ട് നമുക്ക് കിട്ടലുണ്ട് ഹാമർ. ഇതുവരെ കിട്ടിയില്ലെന്ന് വെച്ചാൽ അമ്മാതിരി സീനായി ഗൈസ്. നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും ഗൈസ്. നേരെ ഇനി സ്യൂവറിൻ്റെ അകത്തേക്ക് പോകണം ഗൈസ്. സ്യൂവറിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറിയിട്ടുണ്ട്. നമുക്കൊരു ഹാമറും കൂടിയും കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഞാൻ ഡോർ സ്കിപ്പ് ചെയ്ത് കിട്ടിയിട്ടെങ്കിൽ ഹമ്മർ കേസം അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഇത്ര പാടൊന്നും എടുക്കാൻ എന്തെങ്കിലും ചെയിൻ കട്ടർ തന്നെ വേണം. ചെയിൻ കട്ടർ റെസ്റ്റി പാഡ് നോക്കി ലീവർ അതിനിടെ സമ്മൺ നീട് സാധനം അങ്ങോട്ടേക്ക് നമുക്ക് ഇത് മേലേക്ക് പോകണം. ചത്തിട്ടില്ലെങ്കിൽ ചത്തിട്ടില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ സ്കേറ്റേക്ക് കിട്ടി. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഗൈസ്. ഗൈസ് അഥവാ നമ്മൾ ഈ രണ്ട് തുറന്നില്ലെങ്കിൽ ഇവിടെട്ടായില്ലേ ഗൈസ്. ഓടിക്കോടോ ഗ്രാനിപ്പോൾ എണീച്ചിട്ടുണ്ടാവും. ഇത് ഉറപ്പല്ലേ? എനിക്ക് ഗ്രാനിനെ ഒന്നും കൂടി ഉറക്കണം ഗൈസ്. ഗ്രാനിപ്പം എണീച്ചിട്ടില്ലേ? രാത്രിയായി. ഓളോട് ഉറങ്ങാൻ പറഞ്ഞോളൂ, ഉറങ്ങൂല. ഓളെ ഞാൻ ഇന്ന് ശരിക്കും ഉറക്കുന്നുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മൾക്ക് അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് കളി. ഹാമർ കിട്ടും, അങ്ങോട്ടേക്ക് പോകും, ഇത് കിട്ടും, അതെടുക്കും, അതാക്കും ഇതാക്കും. എനിക്ക് തോന്നുന്നത് ഈ വിഞ്ചാൻഡിൽ നിന്ന് നമുക്ക് മിക്കവാറും ഹാമർ കിട്ടും. ഹാമർ വെച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തും കൂടി തുറക്കാനുണ്ട്. ആ സ്ഥലത്ത് തുറന്നിട്ട് ആദ്യം നമുക്ക് ബേർഡ് സീഡ് കിട്ടും. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് മൊത്തം സെറ്റാണ്. പിന്നെ ആ ബേർഡ് സീഡ് കൊടുത്തിട്ട് ആ റിമോട്ട് കൺട്രോൾ എടുക്കും. എന്നിട്ട് മറ്റേതെടുക്കും, അതെടുക്കും, മാറ്റെടുക്കും. അപ്പുറത്തെ തോട്ടത്തെ ബിരിയാണി വരാൻ മടുത്ത് തോന്നും ഗൈസ്. എന്നിട്ട് നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. അതാണ് എൻ്റെ ഐഡിയ. ഹാമറേ കിട്ടൂലൂ. അപ്പം അറിഞ്ഞിട്ടില്ലേ ഗൈസ്?
നമുക്ക് ഇവിടുന്ന് ഹാമർ കിട്ടുമെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? എൻ്റെ ഗസ് പോലെ തന്നെ കിട്ടിയില്ലേ? ഈ ഹാമർ ഓടിച്ചിട്ട് ഒരു സ്ഥലത്തും കൂടി തുറക്കാണ്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും പോകണം. ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അമ്മ ഇതിൽ തന്നെ പോയാൽ പോരെ, വെറുതെ ഇതിന് പെടാപ്പാട് ഓടുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക? ഞാൻ കാർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കാണ് ഇന്നാണ് ഈ ഫസ്റ്റ് തുടങ്ങിയത്. പകുതിയെ കിട്ടിയിട്ടില്ല, സീനില്ല. നോ സീൻ നോ ഹണി. അല്ല സോറി, ഒന്നുമില്ല. നോക്കിനി പോടാ. ഗൈസ് ആ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിന് ബേർഡ് സീഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആ റിമോട്ട് കൺട്രോൾ ആക്കിയിട്ട് നേരെ കാക്കേനെ ഇത് പിടിച്ചൊന്നും ഇങ്ങോട്ടാ. ബൈ ബൈ. ഐ നീഡ് ടു ഗെറ്റ് ക്ലോസായ ഏതെങ്കിലും ഒരു ഡോർ വേണം ഗൈസ്. ഓക്കെ, ഐ നീഡ് ടു ഗെറ്റ് ക്ലോസായ ഏതെങ്കിലും ഒരു ഡോർ വേണം ഗൈസ്. ഗൈസ് നമ്മൾ ഇതുവരെയായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഡെഡ് ആയിട്ടില്ലോ, വേറെ കാര്യമാണ്. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ലാസ്റ്റത്തെ ഐറ്റം കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട അവരുടെ ആവശ്യമില്ല ഗൈസ്. നമുക്കിനി നേരെ ഇങ്ങോട്ടേക്ക് മാത്രം പോയാൽ മതി. നമ്മളെ വുഡൻ സ്റ്റിക്കെല്ലാം നമ്മൾ കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനിൻ്റെ എപ്പിക് എസ്കേപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അയ്യോ ഇപ്പം പറഞ്ഞ മൂഞ്ചേനെ. Let's go. Come on guys. Let's go man. ഇനി ആകെ 2 ഐറ്റം കൂടി. നമുക്ക് വേഗം റെസ്റ്റി പാഡ്ലോക്ക് എടുത്തിട്ട് വരാം ഗൈസ്. നമുക്കില്ലേ റെസ്റ്റി പാഡ്ലോക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നേരെ റെസ്റ്റി പാഡ്ലോക്ക് എടുക്കാൻ പോകണ്ടായി. നമുക്ക് ആദ്യം ഫുഡ് എന്നിട്ട് നമുക്ക് റെസ്റ്റി പാഡ്ലോക്ക് സാവധാനം പോകാം ഗൈസ്. എനിക്ക് അതിനെ കുറച്ച് സീനാണ്. നമ്മങ്ങനെ എപ്പിക് എസ്കേപ്പിലേക്ക് പോകുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് റെസ്റ്റി പാഡ്ലോക്ക് ഓൺലി റെസ്റ്റി പാഡ്ലോക്ക്. ഇതൊരു പേപ്പർ വലിക്കുന്നു. നേരെ ആ സ്പൈഡർ അങ്ങോട്ടേക്ക് പോകും ഗൈസ്. അതാണ് എൻ്റെ ഐഡിയ. സാധിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ വിളിച്ചിക്കാം. അത് ഡെവലപ്പറിൻ്റെ ഒരു ഐഡിയ ആണ് ഗൈസ്. നമ്മൾ അങ്ങനെ ആ സ്പൈഡറിനെ നോക്കി നിൽക്കും. ആ സ്പൈഡർ നമ്മളെ ബാക്കോട്ടേക്ക് വരുമ്പോൾ നമ്മളെ കാണും. എന്നിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് എടുത്ത്. അത് ഡെവലപ്പറിൻ്റെ ഒരു ഐഡിയ ആണ് ഗൈസ്. നമ്മുടെ അടുത്ത ഐഡിയ ഒന്നും നടക്കൂല ഗൈസ്. ഡെവലപ്പർ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കൂല. ഇത് MK ഗെയിമിംഗ്. അത് ഇപ്പോൾ നമ്മൾ വിളിച്ചേ നമ്മൾ തലനെ പിടിയിട്ട് അതെന്നാ സംഭവിച്ചേ. ഗൈസ് നമ്മങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പോവാം. ഇത് എപ്പിക് എസ്കേപ്പ് വയനാട്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യണം ഗൈസ്. ഓടിക്കൈസ് ഒന്നും നോക്കണ്ട, ഒന്നും നോക്കൂല ഗൈസ്. അല്ലെ ഇങ്ങോട്ടേക്ക് പോണു എസ്കേപ്പ് ചെയ്യണു. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഇപ്പം നമ്മങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ കുതിച്ച് കൊണ്ടിരിക്കുന്നു. ഈ തള്ളങ്ങനെ ഇടുമ്പോഴേക്ക് ഈ തള്ളക്ക് കുഞ്ഞാൻ പറ്റില്ലാതെ ഇപ്പം ഇങ്ങനെ ഇതിലാണ് സംഭവിക്കണം.
Okay guys, the end. ഗ്രാനി ചാപ്റ്റർ 1-ന്റെ രണ്ടാമത്തെ എസ്കേപ്പ് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അമ്പലയിടാലേ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്.